പക്ഷെ നമ്മൾ ഒരിക്കലും യൂസ് ചെയ്തിട്ടുള്ളത് ഗോഡ് ഓഫ് ക്യാപ്സ് ആർഗ്യുമെന്റ് അല്ല. ഓക്കെ, നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ലോജിക്കൽ റീസണിങ് ആണ്. നമ്മൾ എവിഡൻസസ് കാണിച്ച് നമ്മൾ ആ വീഡിയോയിൽ ബേസിക് ഒന്നുകൂടി ഒന്ന് കേൾക്കാം. ദൈവത്തെ എടുത്തുകൊണ്ട് വന്ന് വെച്ചിരിക്കുന്നത് ഇതുപോലുള്ള ചില ഗ്യാപ്പിലേക്കാണ്, അതായത് ഫൈൻ ട്യൂണിങ് എന്നുള്ളതാണ് അതിൽ പറഞ്ഞിട്ടുള്ള കാര്യം. അപ്പോൾ ശരിക്കും എന്താണ് ഈ ഗോഡ് ഓഫ് ഗ്യാപ്സ് എന്നുള്ളത് ശരിക്ക് ഇവിടെ വിശദീകരിക്കപ്പെടേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് നമ്മുടെ അവിടെ എഴുതിയിരിക്കുന്നത് വായിച്ചാൽ മതി. ഗോഡ് ഓഫ് ദ ഗ്യാപ്സ് റെഫേഴ്സ് ടു ദ ആർഗ്യുമെന്റ് ദാറ്റ് ഗ്യാപ്സ് ഇൻ സയന്റിഫിക് നോളജ് ആർ എവിഡൻസ് ഫോർ ഗോഡ്സ് എക്സിസ്റ്റൻസ് എന്ന് തന്നെയാണ് അവിടെ എഴുതി വെച്ചത്. ആൻഡ് ഡിറക്റ്റ് ഇൻ്റർവെൻഷൻ അതവിടെ എഴുതി കാണിച്ചിട്ടാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. അൺസപ്പോർട്ടഡ് ആയിട്ടുള്ള ക്ലെയിംസ് വെക്കുന്നു എന്ന് അവർ പറഞ്ഞു വെക്കുന്നത്. ഇത് ഒരുമാതിരി ഖുറാനും ഹദീസും വായിക്കുന്ന പോലെ ആയിപ്പോയെന്ന് എനിക്ക് പറയാനുള്ളൂ. ഒന്ന് എഴുതി കാണിക്കുന്നിട്ട് തോന്നിയത് വിളിച്ച് പറയും. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഒന്നില്ലെങ്കിൽ എഴുതി കാണിക്കുന്നതെങ്കിലും ഒന്ന് വായിക്കേണ്ടതെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നിങ്ങൾ പറയുന്ന വാദം അത് നമുക്കിവിടെ കേൾക്കാം. എങ്ങനെയാണ് ഈ ഗോഡ് ഓഫ് ദ ഗ്യാപ്സ് ഇവർ തന്നെ കമ്മിറ്റ് ചെയ്യുന്നതെന്നുള്ളത് നമുക്കിവിടെ കാണാം. അത് ഈ വീഡിയോയുടെയും അവസാനം വരുന്നുണ്ട്, ഇവർ തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട്.